അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ടോപ്പും പാൻറ്റും വരുന്നത്. ഒന്നാമത് നമ്മുടെ ഷോ തുടങ്ങുന്നത് 9:20 ഞാൻ റെഡിയാവാനായിട്ട് ഇരിക്കണത് 8 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഞാൻ എനിക്ക് തോന്നുന്നൊരു 6:45 ആയപ്പോൾ എണീറ്റ് എന്നിട്ട് വെറുതെ ഇങ്ങനെ അതിലൂടെയൊക്കെ തിരിഞ്ഞ് നടന്നു. അപ്പോൾ സമയം പോയി. എന്നിട്ട് 7:55 ആയ സമയത്താണ് ഞാൻ റെഡിയാവാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കിടന്ന് ഓടുന്നത്. ഒന്നിനും സമയമില്ലാത്ത പോലെ എപ്പോഴും എവിടെ പോകുമ്പം സ്ഥിരം അവസ്ഥയാണ് എൻ്റെത്. അപ്പോന് പിന്നെ വേഗം റെഡിയാവും. അവനൊരു പാൻറ്റും ഒരു ഷർട്ട് ഇട്ടാൽ മാത്രം മതിയല്ലോ, പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി കോംപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ അവൻ്റെത്. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, ഗേൾസിന് യൂഷ്വലി റെഡിയാവാൻ ഒരുപാട് സമയം എടുക്കുന്നു. പക്ഷെ ഞാൻ ഒരു 10-15 മിനിറ്റ് ഉണ്ട്. അതിൽ കൂടുതൽ ഞാൻ ഇന്നേ വരെ എവിടെയും അങ്ങനെ ഞാൻ ചിലവാക്കിയിട്ടില്ല. എക്സ്പെക്റ്റ് സാരി ഉടുക്കുന്നൊരു കേസിൽ. കാര്യം എവിടെ കല്യാണത്തിനൊക്കെ സാരിയൊക്കെ ഉടുക്കുകയൊക്കെയാണെങ്കിൽ കുറച്ചധികം ടൈം വേണമല്ലോ നമുക്ക്. അപ്പോൾ ഞാൻ റെഡിയായി, കണ്ണെഴുതി, ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യാൻ ടൈം കിട്ടാത്തതുകൊണ്ട് ലിപ്സ്റ്റിക്കും പിന്നെ മുടിയിൽ കെട്ടുന്ന ബാൻഡും ഒരു പേഴ്സും എടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണ്. പിന്നെ വാതിലൊക്കെ നമ്മൾ ലോക്ക് ചെയ്തു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാണ് എന്തൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. പിന്നെ ഒരു ലിപ് ബാമും ലിപ്സ്റ്റിക്കും ഒരു ബാൻഡുമാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങുകയാണ്. എന്താ വെച്ചാൽ ഇതൊന്നും ചെയ്യാനുള്ള ടൈം എനിക്കില്ലാത്തതുകൊണ്ട് അവിടെ എത്തിയിട്ട് നമ്മൾ നേരത്തെ തിയേറ്ററിലെത്തുകയാണെങ്കിൽ അവിടെ വാഷ്റൂം ഉണ്ടാവില്ല, അവിടെ നിന്ന് ചെയ്യാമല്ലോ എന്ന് കരുതി. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചായ കുടിച്ചില്ല. ചായ കുടിക്കാൻ നമുക്ക് ടൈം കിട്ടിയില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ നിയറസ്റ്റ് പ്ലേസ് തന്നെ ഈ സൗത്ത് ഇന്ത്യൻസിൻ്റെ ഒരു സ്ട്രീറ്റ് ഉണ്ട്. അവിടെ അവരിങ്ങനെ ദോശ, ഇഡ്ഡലി, വട ഒക്കെ ഇങ്ങനെ വിൽക്കും. നല്ല ടേസ്റ്റാണ് അവരുടേതിന്. ഇവിടെ മുംബൈയിലുള്ള ആൾക്കാർ മെയിനായിട്ട് കഴിക്കും ഈ ദോശ, വട, ഇഡ്ഡലിയൊക്കെ. തമിഴ്നാട്ടിലെ ആൾക്കാർ വന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നവി മുംബൈ ത്രൂ ടച്ച് ചെയ്തിട്ടാണ്, വാഷിലാണ് കേട്ടോ നമ്മുടെ തിയേറ്റർ വരുന്നത്. രഘുലീല എന്നാണ് തിയേറ്ററിൻ്റെ പേര്. സോ നമ്മൾ പോവാണ്. നവി മുംബൈ ബെലാപൂർ ടു വാഷി റൂട്ടാണ് ഇത് വരുന്നത്. സോ നമ്മൾ പോകുന്ന സമയത്ത് 2-3 സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. അതായത് ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഒരു 3/4 മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ എത്തി. വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊരു സ്ലിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു ചലാൻ പോലത്തേത്, ടിക്കറ്റിൻ്റെത്. 1 മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യുന്നതിൻ്റെ പൈസ വേണ്ട. 1 മണിക്കൂറിൽ കൂടുതലാണെങ്കിൽ എത്ര 20 രൂപ ഇങ്ങനെ അവിടെ കൊടുക്കണം. അങ്ങനെയാണ്. അതൊക്കെ വെറുതെ ആളെ എന്താ പറയുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ തട്ടിപ്പ്. എനിക്കങ്ങനെ തോന്നല്ല. പിന്നെ 1 മണിക്കൂറിലേക്കൊക്കെ വെറുതെ അറ്റ്ലീസ്റ്റ് 2 മണിക്കൂറെങ്കിലും വേണം. കാര്യം ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മിനിമം 2-2.5 മണിക്കൂർ ഉണ്ടാകും. വെറുതെ ഒരു പേരിട്ട് ഇങ്ങനെ ഒരു ചലാൻ തന്നു മാത്രമല്ല, അല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ -1-ലാണുള്ളത്. പാർക്കിംഗ് -1-ലായിരുന്നു. നമുക്ക് പോകേണ്ടത് 2-ലേക്കാണ്, 2nd ഫ്ലോറിലേക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ 2nd ഫ്ലോറെത്തി. ഒരു പഴയ തിയേറ്ററാണ് കേട്ടോ. പുറമേ നിന്ന് കാണുമ്പോൾ നമ്മളൊരിക്കും ഭയങ്കര വലിയ സെറ്റപ്പാണ്. പക്ഷേ ഒരു നോർമൽ ഒരു പഴയ തിയേറ്ററാണ്. ആൾക്കാരൊന്നും അധികം തന്നെ ഇല്ല. നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഹൗസ്ഫുള്ളൊന്നും ആയിരുന്നില്ല. ഒരുപാട് സീറ്റ് ഉണ്ടായിരുന്നു ബാക്കിയിട്ട്. അപ്പം ബാക്കത്തെ സൈഡിലൊക്കെ ആയിരുന്നു പിന്നെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി. നമ്മൾ നേരത്തെ എത്തി കേട്ടോ. ഒരു 9 മണിക്കാണ് സമയത്ത് നമ്മളെത്തി. 8:55-9 മണിയൊക്കെ ആകുന്ന സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ടൈം ഉണ്ടല്ലോ, ഒരു 20 മിനിറ്റ് ഉണ്ടല്ലോ. എന്നിട്ട് 9:30-ക്കാണ് സിനിമ തുടങ്ങിയത്. വേറെ കാര്യം, 9:20 തുടങ്ങേണ്ട സിനിമ 10 മിനിറ്റ് പരസ്യമൊക്കെ എടുത്ത് 9:30-ക്കാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ വാഷ്റൂമിൽ പോയി വന്ന് ആസ് യൂഷ്വൽ എൻ്റെ മിറർ പ്രഹസനങ്ങൾ, കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ എടുത്തു കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അവൻ എന്നെ വിളിക്കുന്നുണ്ടായി. പക്ഷെ അവിടെ നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കോൾ വന്നിട്ടുണ്ടായില്ല. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഞാൻ പുറത്തിറങ്ങി. അതായത് നമ്മളവിടെ ഒരു കൗച്ചിൽ ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. എന്നിട്ട് ഒരു 9:30 ആയപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്തത്. അപ്പോഴേക്കും ഓരോരോ ആൾക്കാർ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം നമ്മുടെ പടം തുടങ്ങും. പടം നല്ല പടമാണ് കേട്ടോ. നെസ്ലിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള പടമാണ്. നല്ല പടമാണ്, എനിക്കിഷ്ടമായി. 2 ടൈമൊക്കെ വാച്ച് ചെയ്യാൻ പറ്റും. കുറേ എന്താ പറയുക, നായക പ്രാധാന്യം അത്ര ഇല്ലാത്ത മൂവിയാണ്. പക്ഷേ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന മൂവിയാണ്. സ്പോർട്സ് റിലേറ്റഡ്, മെയിൻലി ബോക്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള പടമാണ്. കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമായി. ഭയങ്കര ഇഷ്ടമായിട്ടൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ചിരിക്കാനൊക്കെ ഉണ്ട്. കോമഡി റിലേറ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയപ്പോൾ 12:45 ആയപ്പോൾ നമ്മൾ വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചോറും മോരുകറിയും പപ്പടവും മുട്ടയൊക്കെ ഉണ്ടാക്കി ചോറും കഴിച്ചു. അപ്പം ഇത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ടൈറ്റിൽ കാർഡ് പോലെ മൂവീൻ്റെ എടുത്തു എന്നേ ഉള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ഇതില്ല കേട്ടോ. കാര്യം സ്പോയിലറല്ലേ. എനിക്കും വീണ്ടും ഒരു സ്പോയിലർ ആവാൻ ഒട്ടും താല്പര്യമില്ലാത്തതിനെ കൊണ്ട് ഞാനങ്ങനെ കൂടുതൽ ക്ലിപ്പിങ്സ് ഒന്നും അവിടെ നിന്ന് എടുത്തില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ.